വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ 2 ലൈറ്റുകളാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആംബ്രാൻ 150C ആൻഡ് ആംബ്രാൻ 300C. ഈ 2 ലൈറ്റ്സുകളും ആംബ്രാൻ സീരീസിൽ വരുന്നതാണ്. എന്താണ് ആംബ്രാൻ സീരീസ്? നിങ്ങളുടെ ഇൻഫർമേഷൻ ആയിട്ട് പറയാം. 2 തരത്തിലുള്ള ലൈറ്റുകളാണ് അപ്പോച്ചർ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പോച്ചറിന്റെ ലൈറ്റ് സ്റ്റോം സീരീസ്, അതുപോലെ ആംബ്രാൻ സീരീസ്. ഈ 2 സെഗ്മെന്റിലും തന്നെ പോയിന്റ് സോഴ്സ് ലൈറ്റ് അഥവാ COB ലൈറ്റ്സ് ഉണ്ട്, LED പാനൽ ലൈറ്റ്സ് ഉണ്ട്, ലീനിയർ ലൈറ്റ്സ് കാറ്റഗറിയിൽ LED ബാർസ് അതുപോലെ ട്യൂബ് കാറ്റഗറിയിലുള്ള ലൈറ്റ്സും അവൈലബിൾ ആണ്. ഇതിൽ അമറാൻ സീരീസ് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറക്കുന്ന ലൈറ്റുകളാണ്. അതായത് കൂടുതലും ഇൻഡോർ യൂസിനാണ് അമറാൻ ലൈറ്റ്സുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ലൈറ്റ് സ്റ്റോം പോലുള്ള പ്രൊഫഷണൽ സീരീസ് ലൈറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമറാൻ സീരീസ് കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത് ബിൽഡ് മെറ്റീരിയലിൽ മാത്രമാണ്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ബിൽഡാണ് അമറാൻ സീരീസിന് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ടെക്നോളജിയും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ത്രൂ ഔട്ട് എല്ലാ സെഗ്മെന്റിലും എക്സാക്ട് സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോച്ചർ എന്ന ബ്രാൻഡിനെ ബാക്കിയുള്ള ലൈറ്റ് ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്. ഇനി ലൈറ്റ് സ്റ്റോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രോങ് മെറ്റൽ ബിൽഡോട് കൂടിയതും അഡ്വാൻസ് ഫിലിം മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കണക്ടിവിറ്റിയും അതുപോലെ എക്സ്ട്രീം വെതർ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റുകളുമാണ് ലൈറ്റ് സ്റ്റോം അതുപോലെ ഇലക്ട്രോ സ്റ്റോം പോലുള്ള പ്രൊഫഷണൽ കാറ്റഗറി ലൈറ്റുകൾ വരുന്നത്. ഓക്കെ, 150C 300C. ഇതിൽ C എന്ന് പറയുന്നത് കളറാണ് വിത്ത് RGB. X എന്ന് പറയുന്നത് ബൈ കളർ ലൈറ്റ്സ് ആണ്, അതായത് വാം കൂൾ ചെയ്യാൻ പറ്റുന്ന കളറാണ് X സീരീസിൽ വരുന്നത്. അതുപോലെ D സീരീസിൽ വരുന്നത് ഡേ ലൈറ്റ് കളേഴ്സ് ആണ്. ഇതിൽ ആദ്യം 150C നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് വരുന്നത് നല്ലൊരു ഹാർഡ് കേസിലാണ്, തെർമോകോളിന്റെ ഹാർഡ് കേസ്. ഇതിന് മുമ്പേയുള്ള അമറാൻ സീരീസ് നോക്കുകയാണെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ താങ്ക്ഫുള്ളി ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻസ്, അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാത്ത സമയത്തും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോക്സുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. രണ്ട് കളർ വേരിയൻസ് ആണ് ഈ അമറാൻ 150 അതുപോലെ 300 സീരീസിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളറാണ് വൈറ്റ്. പവർ കേബിള്, പവർ ബ്രിക്ക്. സാധാരണ അമറാൻ്റെ പഴയ സീരീസിനേക്കാളും കുറച്ചും കൂടെ വലിയ പവർ ബ്രിക്കാണ്. മാത്രമല്ല നമ്മുടെ 60Cയുടെ അൺബോക്സിങ് സമയത്ത് നിങ്ങൾ കണ്ടതാണ്, അതിൻ്റെ കേബിൾസ് ഒക്കെ രണ്ടാമത് റീഅറേഞ്ച് ചെയ്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു ക്ലട്ടേഴ്സൊക്കെ ഒഴിവാക്കിയിട്ടാണ് അമറാൻ്റെ ഈ ഒരു പുതിയ സീരീസ് വന്നിരിക്കുന്നത്. പിന്നെ അതേ കളർ തീമിലുള്ള ഒരു റിഫ്ലക്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്, യൂസർ മാനുവൽ. ഫൈനലി നമ്മുടെ ലൈറ്റ് ലെൻസ് പ്രൊട്ടക്ടറും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 300C അൺബോക്സ് ചെയ്യാം. 300C 300 വാട്ട്സ് ഉള്ള ഒരു COB ലൈറ്റാണ് വിത്ത് RGB. സെയിം പവർ കേബിള്, കുറച്ചുകൂടെ വലിയ പവർ ബ്രിക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് റിഫ്ലക്ടർ, യൂസർ മാനുവൽ, 300C ലൈറ്റ് ഇൻ വൈറ്റ് വേരിയൻറ്റ്. ഓക്കെ, ലിമിറ്റഡ് എഡിഷൻ ആയിട്ടാണ് ഈ ഒരു വൈറ്റ് കളർ വേരിയന്റ് വരുന്നത്. നല്ല എസ്തെറ്റിക്കലി സ്റ്റുഡിയോ ഒക്കെ ഫർണിഷ് ചെയ്യുന്നവർക്ക് ഈ ഒരു ലൈറ്റ് എന്തായാലും നല്ലൊരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ തന്നെയായിരിക്കും. ഓവറോൾ സൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുമ്പ് ഇറങ്ങിയിട്ടുള്ള അമറാൻ ലൈറ്റ്സിനെക്കാളും കുറച്ചുകൂടെ വലിയ ബോഡിയാണ് 150Cയിലും 300Cയിലും വന്നിരിക്കുന്നത്. പിന്നീട് ഡെഫിനറ്റ്ലി അമറാൻ ലൈറ്റ്സുകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അതുപോലെ ബിൽഡ് ക്വാളിറ്റിയും ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഈ ലൈറ്റിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലെ കണക്ടിവിറ്റി പോർട്ടാണ്. കേബിൾ ജോയിന്റ് ഡിസ്റ്റർബ് ആവാത്ത രീതിയിലുള്ള ഡൗൺ ഫേസിംഗ് കണക്ഷനാണ്. അതുപോലെ ക്വിക്ക് റിലീസിങ്ങിനും ലോക്കിങ്ങിനും വേണ്ടി XLR സോക്കറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലൈറ്റ് സ്റ്റാൻഡ് ഫിക്സർ പ്ലാസ്റ്റിക്കിൽ നിന്നും പൗഡർ കോട്ടഡ് മെറ്റലിലേക്ക് മാറ്റിയതും ഈ ലൈറ്റിന്റെ ഡ്യൂറബിലിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ബോവൻസ് മൗണ്ട് മോഡിഫയേഴ്സ് അറ്റാച്ച് ചെയ്യാനുള്ള റിലീസ് സിസ്റ്റവും അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഡിഫയേഴ്സ് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും നമുക്ക് സാധിക്കും. മറ്റുള്ള ആംബ്രാൻ ലൈറ്റ്സ് പോലെ തന്നെ അംബ്രല്ല ഹോൾഡറും 150Cയിലും 300Cയിലും വരുന്നുണ്ട്. താഴെയും മുകളിലുമായിട്ടാണ് ഈ ലൈറ്റിന്റെ എയർ വെൻസ് വരുന്നത്. ആ ഒരു ഹണികോംബ് ഗ്രില്ല് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ടെമ്പറേച്ചറിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതും വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കൂളിംഗ് ഫാനുകൾ തന്നെയാണ് 150Cയിലും 300Cയിലും വന്നിരിക്കുന്നത്. ലൈറ്റ് പാരാമീറ്റേഴ്സ് അറിയാൻ സാധിക്കുന്ന ഒരു ഡിസ്പ്ലേയും 2 പുഷ് ബട്ടൺ കൺട്രോൾ ഡയൽസും ബ്ലൂടൂത്ത് റീസെറ്റ് ബട്ടനുമാണ് ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത്. CCT മോഡാണ് വാം കൂൾ ടെമ്പറേച്ചർ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡേ ലൈറ്റ് മോഡ്. ഇന്റൻസിറ്റിയും പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ തിരിക്കുന്ന സ്പീഡിനനുസരിച്ച് ചേഞ്ച് ആവുന്ന തരത്തിലുള്ള മെക്കാനിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 2500 കെൽവിൻ തൊട്ട് 7500 കെൽവിൻ വരെയാണ് 2 ലൈറ്റുകളിലും CCT മോഡിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.
സിറ്റുവേഷൻ അനുസരിച്ച് ഗ്രീൻ മജന്റ ടിൻറ്റ് ഷിഫ്റ്റും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. HSI മോഡിൽ നമുക്ക് ഫുൾ കളർ സ്പെക്ട്രത്തിലുള്ള ഏത് കളേഴ്സും 0 to 360 വാല്യൂ അനുസരിച്ച് ഹ്യൂ, സാച്ചുറേഷൻ, ഇൻറ്റൻസിറ്റി വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ അപ്പേർച്ചർ ലൈറ്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ആക്യുറേറ്റ് കളർ റീപ്രൊഡക്ഷൻ ആണ്. രണ്ട് ലൈറ്റുകളുടെ കാര്യത്തിലും കളർ റെൻഡറിംഗ് ഇൻഡെക്സ് അഥവാ CRI വാല്യൂ 95+ സർട്ടിഫൈഡ് ആണ്. SSI നോക്കുകയാണെങ്കിൽ 83+ കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി സ്കിൻ ടോൺസ് ഒക്കെ നമുക്ക് ആക്യുറസിയോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്തേ പറ്റൂ. ഇതുവരെ പറഞ്ഞതുകൂടാതെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമറാൻ സീരീസിലെ പോയിന്റ് സോഴ്സ് ലൈറ്റ് സീരീസിൽ വരുന്ന ഏക RGB മോഡലുകളാണ് 150Cയും 300Cയും. മാത്രവുമല്ല ഇതിൽ 300C എന്ന് പറയുന്നത് 300 വാട്ട്സ് ലൈറ്റ് ഔട്ട്പുട്ട് തരുന്ന അമറാൻ സീരീസിൽ തന്നെ ഏറ്റവും പവർ ഔട്ട്പുട്ടുള്ള ഒരു ലൈറ്റ് കൂടിയാണിത്. ബോവൻസ് മൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പേർച്ചറിന്റെ എല്ലാ മോഡിഫയേഴ്സും ഈ ഒരു ലൈറ്റിൽ ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നീട് എല്ലാ അപ്പേർച്ചർ ലൈറ്റുകൾ പോലെ തന്നെയും ഈ ലൈറ്റിന്റെ മാക്സിമം സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുന്നത് സൈഡസ് ലിങ്ക് എന്ന മൊബൈൽ ആപ്പ് വഴി തന്നെയാണ്. ഏതൊരു കളർ കൊണ്ടുവരാനും അത് പ്രീസെറ്റായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 9 ബിൽറ്റ് ഇൻ ലൈറ്റിംഗ് ഇഫക്ട്സ് ഉണ്ട്. സിനിമ സ്റ്റാൻഡേർഡ് ജെൽസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള അപ്പേർച്ചറിന്റെ ലൈറ്റ്സിന്റെ റിവ്യൂവിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് ലൈറ്റുകൾ ഉപയോഗിച്ച് CCT മോഡിലെടുത്ത വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമറാൻ 150C വിത്ത് ലൈറ്റ് ഡോം മിനി SE ടോപ്പ് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആമറാൻ 300 വിത്ത് ലൈറ്റ് ഡോം SE എൻ്റെ റൈറ്റ് സൈഡ് ലൈറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു RGB WW ലൈറ്റ് ആണ്. ഡേ ലൈറ്റ് കളർ പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള LED ഡയോഡ്സും കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡയോഡ്സും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ തന്നെയാണ് ഈ ലൈറ്റുകൾ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രമാറ്റിക് ഷോട്ടുകളും അമറാന്റെ ഈ ഒരു C സീരീസ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നോർമലി RGB ട്യൂബ് വെച്ചിട്ടായിരുന്നു ഇതുപോലുള്ള ഇഫക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ലാർജർ ഏരിയ സോഫ്റ്റ് കളർ ലൈറ്റ് കൊടുക്കാനും മോഡിഫയേഴ്സ് വെച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പ് ചെയ്യാനും എന്തായാലും ഇതുപോലുള്ള COB ലൈറ്റ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം രണ്ട് ലൈറ്റുകളും കളർ ചേസിനുള്ള ലൈറ്റിംഗ് ഇഫക്റ്റിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ്റെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രോജക്ട്സിന് ഒരു ക്വാളിറ്റി ലൈറ്റ് നോക്കുകയാണെങ്കിലും അതുപോലെ പലതരത്തിലുള്ള മൂഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയ അമറാന്റെ 150Cയും 300Cയും. പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.